ഗുഡ് മോർണിംഗ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അടുത്തത് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. നമ്മൾ മൊമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ട്. മൊമെൻറ്റ്സ് പല ടൈപ്പ് ഓഫ് മൊമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ട്. റോ മൊമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ട്, സെൻട്രൽ മൊമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ സെൻട്രൽ മൊമെൻറ്റ്സും റോ മൊമെൻറ്റ്സും തമ്മിലുള്ള റിലേഷനും പഠിച്ചിട്ടുണ്ട്. നമ്മൾ റോ മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഡിഫൈൻ ചെയ്യണത്? മ്യൂ ആർ ഡാഷ് എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റൈസ് ടു ആറിനെയാണ് നമ്മൾ ആർത്ത് റോ മൊമെൻ്റ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യണത്. അപ്പോൾ മ്യൂ വൺ ഡാഷ് കണ്ടുപിടിക്കാൻ മ്യൂ വൺ ഡാഷ് ആർ ഈക്വൽ ടു 1 കൊടുത്താൽ മ്യൂ വൺ ഡാഷ് കിട്ടും. ആർ ഈക്വൽ ടു 2 കൊടുത്താൽ മ്യൂ ടു ഡാഷ് കിട്ടും, മ്യൂ ത്രീ ഡാഷ് കിട്ടും. അപ്പോൾ ഈ മൊമെൻറ്റ്സ് എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് പകരം അതിനെ എല്ലാത്തിനും കൂടി ഒരു ഫംഗ്ഷനാക്കി മാറ്റുന്നതാണ് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ആ ഫംഗ്ഷനിൽ നിന്ന് ഏത് റോ മൊമെൻറ്റ്സ് വേണമെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഓരോ മൊമെൻറ്റ്സും സെപ്പറേറ്റ് നമ്മൾ എടുത്ത് വയ്ക്കുന്നതിന് പകരം ഒറ്റ ഫംഗ്ഷനായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ മതി. ആ ഒറ്റ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഏത് റോ മൊമെൻറ്റ്സ് വേണമെങ്കിലും നമുക്ക് കിട്ടും. നമുക്കിനി അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ അഥവാ MGF, ഷോർട്ടായിട്ട് MGF, അത് സ്റ്റാൻഡേർഡ് നൊട്ടേഷനാണ് MGF എന്ന് പറയുന്നത്. എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളാണ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ വിത്ത് ഡെൻസിറ്റി ഫംഗ്ഷൻ സ്മോൾ f of x. എക്സ് ഡിസ്ക്രിറ്റ് കണ്ടിന്യൂസ്, അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളാണ് വിത്ത് ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്മോൾ f of x ആണ്. അങ്ങനെയാണെങ്കിൽ ദെൻ MGF ഓഫ് ദ റാൻഡം വേരിയബിൾ എക്സ് ഡിഫൈൻ ചെയ്യേണ്ടത്, അതിൻ്റെ നൊട്ടേഷൻ കൊടുക്കുന്നത് ക്യാപിറ്റൽ M സഫിക്സിൽ ഏത് റാൻഡം വേരിയബിളാണോ ആ റാൻഡം വേരിയബിൾ ഓഫ് എ ഫംഗ്ഷൻ ടി എന്ന് പറഞ്ഞ ഒരു ജസ്റ്റ് റിയൽ നമ്പർ മാത്രമേ ഉള്ളൂ. ഒരു ഫംഗ്ഷൻ ടി എന്ന് പറഞ്ഞത് ജസ്റ്റ് ഒരു വേരിയബിളാണ്. വേർ ടി എന്ന് പറഞ്ഞത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ടി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സം ക്യാപിറ്റൽ ടി കോൺസ്റ്റൻ്റ്. ഒരു ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമേ ഉള്ളൂ, അതിന് അത്ര വലിയ പ്രസക്തിയൊന്നുമില്ല. ഫോർ സം ടി ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ടി, ഒരു സ്മോൾ ടി ഉപയോഗിക്കേണ്ടത് ഒരു ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പറിനേക്കാളും വലിയ നമ്പറാണ് സ്മോൾ ടി എന്നുള്ള അസംഷൻ. ആ നമ്പർ ഏത് വേണമെങ്കിലും ആവാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ടി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വേരിയബിളാണ്. അപ്പോൾ ക്യാപിറ്റൽ MX ഓഫ് ടി ആണ് നൊട്ടേഷൻ കൊടുക്കുന്നത്. അത് ഡിഫൈൻ ചെയ്യണത് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി ക്യാപിറ്റൽ എക്സ്. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ എന്നുള്ളത്. ക്യാപിറ്റൽ എക്സ് ഒരു റാൻഡം വേരിയബിളാണ്. ക്യാപിറ്റൽ എക്സ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ദെൻ വിത്ത് ഡെൻസിറ്റി ഫംഗ്ഷൻ f of x ആണെങ്കിൽ ദെൻ MXT എന്ന് പറയുന്നത് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. അതായത് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ദി റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്, where this becomes summation over x e raised to tx into f of x if x is a discrete random variable. Different summation over x e raised to tx f of x if capital X is discrete, and integral over the range of x e raised to tx f of x dx if capital X is a continuous random variable. ഓക്കെ, ഡെഫിനേഷൻ മനസ്സിലായില്ലേ? മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ അഥവാ MGF ഡിഫൈൻ ചെയ്യുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് എന്നാണ്. ഇനി ഈ ഫംഗ്ഷൻ, ഈ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണെന്ന് നമ്മൾ പറഞ്ഞത്. ഇനി എങ്ങനെയാണ് അതിൽ നിന്ന് മൊമെൻറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നത്? ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡെഫിനേഷൻ എഴുതി. അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് മൊമെൻറ്റ്സ് ജനറേറ്റ് ചെയ്യണമെന്നുള്ളത് നോക്കാം. നമുക്കറിയാം ഇ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇ റേസ് ടു എക്സ് ഇസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അങ്ങനെയാണെങ്കിൽ ഇ റേസ് ടു ടി എക്സിൻ്റെ ഡെഫിനേഷൻ എന്തായിരിക്കും? മേളിൽ എക്സ് വന്നേക്കുന്ന സ്ഥലത്ത് ടി എക്സ് വന്നു. Therefore, the
എക്സ്പാൻഷൻ ബിക്കംസ് 1 പ്ലസ് എക്സിൻ്റെ സ്ഥാനത്ത് ടി എക്സ് കൊടുക്കുക. ദാറ്റ് ഈസ് എ റൈസ് ടു ടി എക്സ് ഈക്വൽ ടു 1 പ്ലസ് ടി എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ടി സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ടി ക്യൂബ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഓക്കെ. Now, by the definition, moment generating function എന്ന് പറഞ്ഞാൽ എന്താ? mxt is expectation of e raised to tx. Expectation of e raised to tx. That is expectation of e raised to tx ൻ്റെ expansion ഇതാ. Expansion എന്താ? 1 plus tx by 1 factorial plus t square x by 2 factorial plus t cube x cube by 3 factorial plus etc. എക്സ്പെക്റ്റേഷൻ അകത്തേക്ക് എടുക്കുമ്പോൾ എക്സ് മാത്രമേ റാൻഡം വേരിയബിൾ ഉള്ളൂ. ടി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വേരിയബിൾ മാത്രമാണ്. അതായത് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ കോൺസ്റ്റൻറ്റ്. റാൻഡം വേരിയബിളിന് മാത്രമേ എക്സ്പെക്റ്റേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ വരുമ്പോൾ എന്തായിരിക്കും? ഫസ്റ്റ് ടൈം ഇ ഓഫ് 1, സെക്കൻഡ് ടൈം ഇ ഓഫ് ടി എക്സ് ബൈ 1 ഫാക്ടോറിയൽ. അതിൽ ടിയും 1 ഫാക്ടോറിയലും കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ടി ബൈ 1 ഫാക്ടോറിയലിൻ്റെ ഇ ഓഫ് എക്സ് പ്ലസ് നെക്സ്റ്റ് ടൈമിൽ ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ കോൺസ്റ്റൻ്റ് ആണ്. ആ പുറത്തേക്ക് എടുക്കുമ്പോൾ ബാലൻസ് ഇ എഫ് എക്സ് സ്ക്വയർ. അപ്പോൾ ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയലിൻ്റെ ഇ എഫ് എക്സ് സ്ക്വയർ പ്ലസ് ടി ക്യൂബ് ബൈ 3 ഫാക്ടോറിയലിൻ്റെ ഇ എഫ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര. ദാറ്റ് ഈസ് 1 പ്ലസ് ടി ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു നമ്മൾ പഠിച്ചിട്ടുണ്ട് മ്യൂ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂ ആർ ഡാഷ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റേസ് ടു ആർ ആണ്. അപ്പം മ്യൂ 1 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മ്യൂ 1 ഡാഷ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആയിരിക്കും. മ്യൂ 2 ഡാഷ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ. അതേപോലെ ഇവിടെ വരുമ്പോൾ 1 പ്ലസ് ടി ബൈ 1 ഫാക്ടറിൻ്റെ മ്യൂ 1 ഡാഷ് പ്ലസ് ടി സ്ക്വയർ ബൈ 2 ഫാക്ടറിൻ്റെ മ്യൂ 2 ഡാഷ് പ്ലസ് ടി ക്യൂ ബൈ 3 ഫാക്ടർ മ്യൂ 3 ഡാഷ് പ്ലസ് എക്സെട്ര. അപ്പോൾ ഇതിൽ എഴുതിയേക്കണം എന്താ? മ്യൂ 1 ഡാഷ് മ്യൂ 2 ഡാഷ് മ്യൂ 3 ഡാഷാണ് ഓരോ ടൈമിലും കിടക്കുന്നത്. അപ്പോൾ അതിലത്തെ എങ്ങനെയാണ് ഓരോ മ്യൂ 1 ഡാഷ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മ്യൂ 1 ഡാഷ് എന്ന് പറഞ്ഞത് ടി ബൈ 1 ഫാക്ടോറിയൽ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ മ്യൂ 1 ഡാഷിൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് വരുന്നതാണ് ടി ബൈ 1 ഫാക്ടോറിയൽ. അതായത് കോയിഫിഷ്യൻ്റ് ഓഫ് ടി ബൈ 1 ഫാക്ടറിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് മ്യൂ 1 ഡാഷ്. മ്യൂ 2 ഡാഷ് എന്തായിരിക്കും? മ്യൂ 2 ഡാഷ് എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയലിൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് വരുന്ന ക്വാണ്ടിറ്റിയാണ് മ്യൂ 2 ഡാഷ്. ടി ക്യൂബ് ബൈ 3 ഫാക്ടോറിയലിൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് വരുന്നതാണ് മ്യൂ 3 ഡാഷ്. അപ്പോൾ ടി റൈസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയലിൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് വരുന്നതായിരിക്കും മ്യൂ ആർ ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ജനറൽ മ്യൂ ആർ ഡാഷ് എന്ന് പറയുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് ടി റൈസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് എം എക്സ് ടി. ഓക്കെ. നെക്സ്റ്റ് കാൽക്കുലസ് മെത്തേഡിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ കയ്യിൽ എം എക്സ് ടിയുടെ ഫംഗ്ഷൻ എം എക്സ് ടി എന്ന് പറയുന്നത് എം എക്സ് ടി ഈക്വൽ ടു 1 പ്ലസ് ടി ബൈ 1 ഫാക്ടോറിയൽ മ്യൂ 1 ഡാഷ് പ്ലസ് ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ മ്യൂ 2 ഡാഷ് പ്ലസ് ടി ക്യൂ ബൈ 3 ഫാക്ടോറിയൽ മ്യൂ 3 ഡാഷ് പ്ലസ് എക്സെട്ര. ഇക്വേഷൻ 1 എന്ന് പറഞ്ഞതാണ് മൊമെൻ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി അതിന് ഇപ്പോൾ ആൽജിബ്രിക് മെത്തേഡിലാണ് നമ്മൾ മ്യൂ ആർ ഡാഷ് എന്ന് പറയുന്നത് ആ എക്സ്പാൻഷൻ എം എക്സ് ടിയുടെ എക്സ്പാൻഷനിൽ ടി റൈസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയലിൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് വരുന്ന ടേം ഏതാണോ അതിനെയാണ് ആർത്ത് റോ മൊമെൻ്റ് അല്ലെങ്കിൽ മ്യൂ ആർ ഡാഷ് എന്ന് പറയുന്നത്. ഇനി അത് തന്നെ നമുക്ക് കാൽക്കുലസ് മെത്തേഡിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. കാൽക്കുലസ് മെത്തേഡ് ആകുമ്പോൾ ഇക്വേഷൻ 1 കൺസിഡർ ചെയ്യുക. ഇക്വേഷൻ 1 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ 1 എന്താ? ഇക്വേഷൻ 1 എന്ന് പറയുന്നത് എം എക്സ് ടി ഈക്വൽ ടു 1 പ്ലസ് ടി ബൈ 1 ഫാക്ടോറിയൽ ടി ബൈ 1 ഫാക്ടോറിയൽ മ്യൂ 1 ഡാഷ് പ്ലസ് ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ മ്യൂ 2 ഡാഷ് പ്ലസ് ടി ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ മ്യൂ 3 ഡാഷ് പ്ലസ് എക്സെട്ര. ഇതിനെ ഡിഫറൻഷിയേഷൻ ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേഷൻ ചെയ്യാൻ. ടി എന്ന് പറഞ്ഞാൽ വേരിയബിളാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേഷൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? എം ഡാഷ് ടി എന്തായിരിക്കും? ക്യാപിറ്റൽ എം ഡാഷ് ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് എം എക്സ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം 0 പോകും, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0 പോകും.
സെക്കൻഡ് ടൈമിൽ ടി ഉണ്ട്. അപ്പോൾ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ mu1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ആണ്. പ്ലസ് അടുത്ത ടൈം വരുമ്പോൾ ടി സ്ക്വയറിൻ്റെ വരുമ്പോൾ 2t വരും. 2t/2 ഫാക്ടോറിയൽ mu2 ഡാഷ് പ്ലസ് നെക്സ്റ്റ് ടൈം വരുമ്പോൾ 3t²/3 ഫാക്ടോറിയൽ mu3 ഡാഷ് പ്ലസ് എക്സെട്ര. ദാറ്റ് ഈസ് mu1 ഡാഷ് പ്ലസ് 2/2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 × 1 ഫാക്ടോറിയൽ വരും. അതുപോലെ 3/3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3/3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ 1. 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 × 2 × 3 ആണ്. 3 ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ എല്ലാ ടൈംസും വേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു mu1 ഡാഷ് പ്ലസ് t/1 ഫാക്ടോറിയൽ mu2 ഡാഷ് പ്ലസ് t²/2 ഫാക്ടോറിയൽ mu3 ഡാഷ് പ്ലസ് എക്സെട്ര. ഇപ്പോൾ കിട്ടിയേക്കണതിൽ ടിയുടെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ അത് d/dt of mxt അറ്റ് ദി പോയിൻറ്റ് t = 0. അറ്റ് ദി പോയിൻറ്റ് t = 0. ഇക്വേഷൻ 2ൽ ടിയുടെ വാല്യൂ 0 കൊടുക്കുക. ടിയുടെ വാല്യൂ 0 കൊടുക്കുമ്പോൾ എന്ത് വരും? സെക്കൻഡ് ടൈം ഉണ്ടാവില്ല, തേർഡ് ടൈം ഉണ്ടാവില്ല. ഇനി അങ്ങോട്ടുള്ള എല്ലാ ടൈംസിലും ടിയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് എല്ലാം 0ലേക്ക് പോകും. ആയിക്കൊണ്ട് ബാലൻസ് കിട്ടുന്നത് എന്തായിരിക്കും? mu1 ഡാഷ് മാത്രമായിരിക്കും നമുക്ക് കിട്ടാൻ പോണത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ട് മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ടിയുടെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഫസ്റ്റ് റോ മൊമെൻറ്റ് കിട്ടും. അത് mu1 ഡാഷ്. ഇനി സെക്കൻഡ് റോ മൊമെൻറ്റ് കിട്ടാൻ എന്ത് ചെയ്യണം? ഇതിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇക്വേഷൻ 2നെ ഒന്നും കൂടി ഡിഫറൻഷ്യേഷൻ ചെയ്യുക. ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേഷൻ ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും. അതായത് d²/dt² കിട്ടും. mxt-യെ 2 പ്രാവശ്യം ഡിഫറൻഷ്യേഷൻ ചെയ്യുക. 2 പ്രാവശ്യം ഡിഫറൻഷ്യേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? mu1 ഡാഷ് ഫസ്റ്റ് ടൈം mu1 ഡാഷ് അത് കോൺസ്റ്റൻ്റ് ആണ്, 0 വരും. സെക്കൻഡ് ടൈം t/1 ഫാക്ടോറിയൽ, അപ്പോൾ ടിയുടെ ഡിഫറൻഷ്യേഷൻ 1 വരും. mu2 ഡാഷ് ബൈ 1 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. ദെയർഫോർ mu2 ഡാഷ് വരും. അടുത്ത ടൈം വരുന്നത് t²/2 ഫാക്ടോറിയൽ, t² എന്ന് പറയുന്നത് 2t/2 ഫാക്ടോറിയൽ mu3 ഡാഷ് പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് mu2 ഡാഷ് പ്ലസ് t/1 ഫാക്ടോറിയൽ mu3 ഡാഷ് പ്ലസ് അടുത്ത ടൈം വരാൻ പോകുന്നത് t²/2 ഫാക്ടോറിയൽ mu4 ഡാഷ് പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോകും. ഇനി ഇതിൽ ടിയുടെ വാല്യൂ ഈ ഇപ്പോൾ കിട്ടിയേക്കുന്ന ഫംഗ്ഷൻ്റെ ഉള്ള ടിയുടെ വാല്യൂ 0 കൊടുത്ത് എന്ത് വരും? സെക്കൻഡ് ടൈം മുതലുള്ളതിൽ ടിയുടെ എഫക്റ്റ് ഉണ്ട്, ടി പ്രസൻ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് ടൈം മുതൽ ബാക്കി എല്ലാത്തിലും 0ലേക്ക് പോകും. ഇവിടെ മുതൽ ബാക്കി കംപ്ലീറ്റ് 0ലേക്ക് പോകും. ബാലൻസ് വന്നതാണ് mu2 ഡാഷ്. അപ്പോൾ mu1 ഡാഷ് കണ്ടുപിടിക്കാൻ എന്തത്? mu1 ഡാഷ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ട് ടിയുടെ വാല്യൂ 0 കൊടുത്തപ്പോൾ mu1 ഡാഷ് കിട്ടി. mu2 ഡാഷ് കിട്ടിയത് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ടിയുടെ വാല്യൂ കൊടുത്തപ്പോൾ mu2 ഡാഷ് കിട്ടി. അപ്പോൾ mu3 ഡാഷ് എങ്ങനെയായിരിക്കും കിട്ടുക? mu3 ഡാഷ് കിട്ടാൻ വേണ്ടിയിട്ട് തേർഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ടിയുടെ വാല്യൂ 0 കൊടുത്താൽ mu3 ഡാഷ് കിട്ടും. അപ്പോൾ ഇൻ ജനറൽ mu r ഡാഷ് എന്ന് പറയുന്നത് mu r ഡാഷ് കിട്ടാനായിട്ട് mxt മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷനെ 6 പ്രാവശ്യം 6 ടൈംസ് ഡിഫറൻഷ്യേഷൻ ചെയ്തിട്ട് ടിയുടെ വാല്യൂ 0 കൊടുക്കുക. അപ്പോൾ mu r ഡാഷ് = d⁻r/dt⁻r mxt അറ്റ് ദി പോയിൻറ്റ് t = 0. ആർത്ത് ഡിഫറൻഷ്യേഷൻ mxt-യുടെ ആർത്ത് ഡിഫറൻഷ്യേഷൻ കണ്ടുപിടിച്ചിട്ട് ടിയുടെ വാല്യൂ 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് mu r ഡാഷ് അല്ലെങ്കിൽ ആർത്ത് റോ മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് MGF-നെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. സിമ്പിളായിട്ടുള്ള പ്രോപ്പർട്ടീസാണ്, പെട്ടെന്ന് മനസ്സിലാവും. ഫസ്റ്റ് പ്രോപ്പർട്ടി mx(0 = 1). mx(0) എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷനിൽ ടിയുടെ വാല്യൂ 0 കൊടുത്താൽ എപ്പോഴും 1 ആയിരിക്കും. പക്ഷേ പ്രൂഫ് ജസ്റ്റ് നോക്കിയോളൂ. ബൈ ഡെഫിനിഷൻ mx(t) എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് e⁻t(x) ആണ്. അപ്പോൾ mx(0) എന്ന് പറയുന്നത് ടിയുടെ സ്ഥാനത്ത് 0 കൊടുക്കുക. അപ്പോൾ mx(0) = എക്സ്പെക്റ്റേഷൻ ഓഫ് e⁻0 × x വരും. 0 × x എന്ന് പറയുന്നത് 0. ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് e⁻0 വരും. ഇനി നമ്പർ (0) എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ദെയർഫോർ ഇറ്റ് ബിക്കംസ് എക്സ്പെക്റ്റേഷൻ ഓഫ് 1. എക്സ്പെക്റ്റേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ഇറ്റ്സെൽഫ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് 1 എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും. ദാറ്റ് ഈസ്
എം എക്സ് ഓഫ് 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. നെക്സ്റ്റ് പ്രോപ്പർട്ടി moment generating function m ax of t. m ax of t is mx of at. m ax of t is mx of at. അതായത് എ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളിൻ്റെ മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളിൻ്റെ മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷനിൽ ടി മാറ്റി എ ടി എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. ഇതിൻ്റെ പ്രൂഫ് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുക. എം എ എക്സ് ഓഫ് ടി, എം എക്സ് ഓഫ് ടി ആണെങ്കിൽ ഇ റെസ് ടു ടി എക്സ് വരും. അപ്പോൾ എം എ എക്സ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇ റെസ് ടു ടി എ എക്സ് വരും. എക്സിൻ്റെ സ്ഥാനത്ത് എ എക്സ് എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് ഇ റെസ് ടു ടി എ എക്സ് എന്നായിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ഇ റെസ് ടു എ ടി എക്സ്. ദാറ്റ് ഈസ് ഇത് വരും എം എക്സ് ഓഫ് ടിയിൽ ടിയുടെ സ്ഥാനത്ത് എ ടി കൊടുക്കുമ്പോഴുള്ള ഡെഫിനേഷനാണ് ഈ എഴുതിയേക്കുന്നത്. ക്യാപിറ്റൽ ദാറ്റ് ഈസ് ഇറ്റ് ബിക്കംസ് ക്യാപിറ്റൽ എം എക്സ് ഓഫ് എ ടി. ദാറ്റ് ഈസ് എം എ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് ഇ റെസ് ടു ടി ഇൻറ്റു എ എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ഇ റെസ് ടു എ ടി എക്സ്. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. എക്സ്പെക്ടേഷൻ ഇ റെസ് ടു എ ടി എക്സ്. ആ എ ടി എന്ന് പറയുന്നതിനെ ഒറ്റ ക്വാണ്ടിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് ഇ റെസ് ടു ഒരു ക്വാണ്ടിറ്റി ഇൻറ്റു എക്സ്. Therefore, it becomes mx of at, mx of that quantity, mx of t. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. കുറച്ച് റാൻഡം വേരിയബിൾസ് x1 x2 എക്സെട്ര എക്സ് എന്ന് പറയുന്നത് n റാൻഡം വേരിയബിൾസ് ആണ് വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ ആ റാൻഡം വേരിയബിൾസിൻ്റെ സമ്മിൻ്റെ മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഇത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ജനറൽ കേസിലാണെങ്കിൽ ഡെഫിനേഷൻ ഉപയോഗിച്ചാണ് പ്രൊസീജ് ചെയ്യണം. x1 x2 എക്സെട്ര എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ സം ഓഫ് ദി റാൻഡം വേരിയബിൾസ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര എക്സിൻ്റെ മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓരോ റാൻഡം വേരിയബിളിൻ്റെ മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ പ്രൂഫ് എം എക്സ് പ്ലസ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര എക്സ് എൻ ഓഫ് ടി എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് ഇ റെസ് ടു ടി ഇൻറ്റു എം എക്സ് ഓഫ് ടി ആണെങ്കിൽ ഇ റെസ് ടു ടി എക്സ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര എക്സ് എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് ഇ റെസ് ടു ടി ഇൻറ്റു x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര എക്സ് എൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ഇ റെസ് ടു ബ്രാക്കറ്റ് മാറ്റുമ്പോൾ എന്ത് ചെയ്യും? എക്സ്പെക്ടേഷൻ ഓഫ് ഇ റെസ് ടു ടി എക്സ് വൺ പ്ലസ് ടി എക്സ് ടു പ്ലസ് എക്സെട്ര ടി എക്സ് എൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ഇ റെസ് ടു ടി എക്സ് വൺ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ടി എക്സ് ടു പ്ലസ് എക്സെട്ര ഇ റെസ് ടു ടി എക്സ് എൻ. പ്രൊഡക്റ്റ് ആക്കി എഴുതാം. ഇനി x1 x2 എക്സെട്ര എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് റാൻഡം വേരിയബിൾസ് ആണ്. ഇൻഡിപെൻഡൻ്റ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ എക്സ്പെക്ടേഷൻ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ദെയർഫോർ ഈ ക്വാണ്ടിറ്റി എന്നുള്ളത് ഈ ക്വാണ്ടിറ്റി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഈച്ച് ആൻഡ് എവരി ക്വാണ്ടിറ്റി ആയിട്ട് പ്രൊഡക്റ്റായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. കാരണം x1 x2 എക്സെട്ര എല്ലാം ഇൻഡിപെൻഡൻ്റ് റാൻഡം വേരിയബിൾസ് ആണ്. Therefore, this becomes expectation of e raised to tx1 into expectation of e raised to tx2 etc. expectation of e raised to txn since x's are independent. ഇനി ഓരോന്നും എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് ഇ റെയ്സ് ടു ടി എക്സ് എന്ന് പറയുന്നത് എം എക്സ് വൺ ഓഫ് ടി x1ൻ്റെ മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ ഡെഫിനേഷനാണ് എഴുതിയേക്കുന്നത്. അതേപോലെ എക്സ്പെക്ടേഷൻ നെക്സ്റ്റ് ടൈം എക്സ്പെക്ടേഷൻ ഓഫ് ഇ റെയ്സ് ടു ടി എക്സ് ടു എക്സ്പെക്ടേഷൻ ഓഫ് ഇ റെയ്സ് ടു ടി എക്സ് ടു എന്ന് പറയുന്നത് എം എക്സ് ടു ഓഫ് ടി എക്സെട്ര എം എക്സ് എൻ ഓഫ് ടി. അപ്പോൾ
എം എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സെട്ര എക്സ് എൻ ഓഫ് ടി എന്ന് പറയുന്നത് എം എക്സ് വൺ ഓഫ് ടി ഇൻറ്റു എം എക്സ് ടു ഓഫ് ടി പ്ലസ് എക്സെട്ര എം എക്സ് എൻ ഓഫ് ടി പ്രോഡക്റ്റ് ഓഫ് മൊമെൻ്റ് ഈച്ച് ആൻഡ് എവരി മൊമെൻ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റും. ഇതിൽ തന്നെ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് റാൻഡം വേരിയബിൾസ് കേസാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് മാറിയിട്ട് ഇൻഡിപെൻഡൻ്റ് കൂടെ തന്നെ ഐഡൻറ്റിക്കലും കൂടി വന്നു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഐഡൻറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഡിസ്ട്രിബ്യൂഷൻ എല്ലാത്തിൻ്റെയും ഡെൻസിറ്റി ഫംഗ്ഷൻ സെയിം ഡെൻസിറ്റി ഫംഗ്ഷനാണ് വരുന്നത്. എക്സ് വണ്ണിൻ്റെ അതേ ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നെയാണ് എക്സ് ടുവിന് വരുന്നത്, എക്സ് ടുവിൻ്റെ അത് തന്നെയാണ് എക്സ് ത്രീക്ക് വരുന്നത്, അത് തന്നെയാണ് എക്സ് ഫോറിന് വരുന്നത്. അങ്ങനെ എല്ലാം ഈച്ച് ആൻഡ് എവരി റാൻഡം വേരിയബിൾ ഹാവ് ദ സെയിം ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും മൊമെൻ്റ് ഫംഗ്ഷൻ ഈക്വൽ ആയിരിക്കും വരാൻ പോണത്. അപ്പോൾ IID റാൻഡം വേരിയബിൾസ് ആണെന്നുണ്ടെങ്കിൽ IID എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസ്. ഇൻഡിപെൻഡൻ്റ് ഐഡൻറ്റിക്കൽ ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസ് ആണ് വരുന്നതെങ്കിൽ ഓരോന്ന് MXI ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് എം ഓഫ് ടി എന്ന് പറഞ്ഞ് എടുക്കാം. കാരണം എല്ലാവരുടെയും മൊമെൻ്റ് ഫംഗ്ഷൻ ഒരേ മൊമെൻ്റ് ഫംഗ്ഷൻ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? എം ഓഫ് ടി ഇൻറ്റു എം ഓഫ് ടി ഇൻറ്റു എക്സെട്ര എം ഓഫ് ടി n ടൈംസ് എം ഓഫ് ടി പ്രൊഡക്റ്റ് വരും. Therefore എം ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ ഓഫ് ടി എന്ന് പറയുന്നത് എം ഓഫ് ടി ദ ഹോൾ റേസ് ടു n എന്നായിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി അത് സിമ്പിൾ പ്രോപ്പർട്ടി. നെക്സ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എം ഓഫ് എക്സ് പ്ലസ് എ ഓഫ് ടി. എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. എം എക്സ് പ്ലസ് എ ഓഫ് ടി ക്യാൻ ബി റിട്ടൺ ആസ് ഇ റേസ് ടു 8 ഇൻറ്റു എം എക്സ് ഓഫ് ടി. ഇ റേസ് ടു 8 ഇൻറ്റു എം എക്സ് ഓഫ് ടി. ബൈ ഡെഫിനിഷൻ എം എക്സ് പ്ലസ് എ ഓഫ് ടി എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് പ്ലസ് എ, ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ടി എക്സ് പ്ലസ് ടി എന്ന് പറഞ്ഞിട്ട് വരും. അത് 80 ക്യാൻ ബി റിട്ടൺ ആസ് എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു ഇ റേസ് ടു 80 എന്ന് പറഞ്ഞ് എഴുതാം. അതിൽ റാൻഡം വേരിയബിൾ ഉള്ളത് ഇ റേസ് ടു ടി എക്സിൽ മാത്രം റാൻഡം വേരിയബിൾ ഉള്ളൂ. ഇ റേസ് ടു 80 എന്ന് പറഞ്ഞത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത റാൻഡം വേരിയബിൾ ഇല്ലാത്തതുകൊണ്ട് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇ റേസ് ടു 80 നമുക്ക് പുറത്തേക്ക് എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് ഇ റേസ് ടു 80 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്. എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് എന്ന് പറഞ്ഞതാണ് എം എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞത്. Therefore എം എക്സ് പ്ലസ് എ ഓഫ് ടി ക്യാൻ ബി റിട്ടൺ ആസ് ഇ റേസ് ടു 80 ഇൻറ്റു എം എക്സ് ഓഫ് ടി. ഇത്രയാണ് മൊമെൻ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത്. ഓക്കെ, മൊമെൻ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് യുണീക്നെസ് തിയറം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് യുണീക്നെസ് തിയറം. മൊമെൻ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ. എക്സ്പെക്റ്റേഷൻ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യേണ്ട നിർബന്ധമൊന്നുമില്ല. ചില കേസിൽ എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യാതിരിക്കുക. എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ അല്ലെങ്കിൽ ഇൻറ്റഗ്രേഷനാണ്. സമ്മേഷൻ ഇൻറ്റഗ്രേഷൻ, സമ്മേഷൻ ഡൈവേർഷൻ്റെ തന്നെ വരുന്നതെങ്കിൽ അവിടെ എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. അതേപോലെ ഇൻറ്റഗ്രേഷനും ഫൈനൈറ്റ് അല്ല എങ്കിൽ ഇൻറ്റഗ്രേഷനും എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന കേസിലാണ് ഇത് പറയുന്നത്. യൂണിക്നെസ് തിയറം എന്ന് പറയുന്നത് എം ജി എഫ് ഒരു ഡിസ്ട്രിബ്യൂഷൻ എം ജി എഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് യുണീക്ലി ഡിറ്റർമൈൻസ് ഡിസ്ട്രിബ്യൂഷൻ. അത് ഏത് ഡിസ്ട്രിബ്യൂഷനാണ് എം ജി എഫിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു എം ജി എഫ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ആ എം ജി എഫ് ഏത് ഡിസ്ട്രിബ്യൂഷൻ്റെ എം ജി എഫ് ആണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു PDF തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒറ്റ ഒരു എം ജി എഫ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. 1-to-1 കറസ്പോണ്ടൻസ് ആണ്. ഒരു ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഒരു എം ജി എഫ് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. അതേപോലെ ഒരു എം ജി എഫ് ഉണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡെൻസിറ്റി ഫംഗ്ഷനും ഒറ്റ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. 1-to-1 കറസ്പോണ്ടൻസ് ആണ് എം ജി എഫും ഡെൻസിറ്റി ഫംഗ്ഷനും തമ്മിൽ. അതാണ് യൂണിക്നെസ് തിയറം പറയുന്നത്. അതാണ് ഇപ്പോൾ എം എക്സ് ടി ഈക്വൽ ടു എം ബൈ ടി ആണെങ്കിൽ എക്സും വൈയും ഒരേ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. രണ്ട് മൊമെൻ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ ഈക്വലാണ്. എം എക്സ് ഓഫ് ടിയുടെയും എം വൈ ഓഫ് ടിയും കണ്ടുപിടിച്ചപ്പോൾ രണ്ടും ഈക്വലാണ്. എം ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു എം വൈ ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും
ഒരേ ഡിസ്ട്രിബ്യൂഷൻ തന്നെ ആയിരിക്കും വരാൻ പോണത്. അതാണ് യൂണിക്നെസ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയും മതി. താങ്ക് യു.